ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കേരള PSC പോലുള്ള മിക്ക എക്സാംസിനും കോമ്പറ്റേറ്റീവ് എക്സാംസിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറയുന്നത്. സോ ഇന്ന് അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിനൊരു പർപ്പസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എൻഡിൽ ചേർക്കുന്ന, അതിൻ്റെ അവസാനം ചേർക്കുന്ന ഒരു മിനി ക്വസ്റ്റ്യനാണ്, ഒരു ചെറിയ ക്വസ്റ്റ്യനാണ് എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അതിപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവൻ ഇന്ന് വരില്ലേ എന്ന് നമ്മളോട് എടുത്തുന്ന അതിൻ്റെ എൻഡിൽ, ആ സ്റ്റേറ്റ്മെൻറ്റ് എൻഡിൽ എന്ത് ചെയ്യുന്നു, വരില്ലേ എന്നൊരു കൺഫർമേഷന് വേണ്ടി നമ്മൾ എടുത്തൊരു ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ അത് ആ ഒരു ചോദ്യത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുന്നത്? അത് എഴുതേണ്ട രീതി നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, കാര്യം അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. എന്നാലും പറയാണ്, സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് കോമ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യും, അതുമായി ചേർന്ന് വരുന്ന, ആ സെൻറ്റൻസിൽ ചേർന്ന് വരുന്ന ഓക്സിലറി വെർബ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ കൂടെ പ്രൊനൗണും ചേർത്ത് പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്. ഇത് പഠിക്കുന്ന ഡിഗ്രിക്കാർക്കോ അല്ലെങ്കിൽ PG ക്കാർക്കോ ഗ്രാമർ പഠിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഗോൾഡൻ റൂൾസ് എന്തൊക്കെയാണ്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഏതൊക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ ആ സെൻറ്റൻസ് നമുക്ക് കൺവേ ചെയ്തു തരുന്നത്. എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് പോസിറ്റീവ് ആണെന്നും അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്നും പറയാമെന്ന് പറഞ്ഞാൽ, സെൻറ്റൻസിൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നോ, നെവർ പോലുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് സെൻറ്റൻസും, അങ്ങനെ നോ, നെവർ പോലുള്ള വാക്കുകളില്ല എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് സെൻറ്റൻസുമാണ്. ഏറ്റവും സിമ്പിളായിട്ട് അങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. നോ, നെവർ എന്ന് പറയുന്ന വാക്കുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവും, അങ്ങനെ ഏതെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അത് നെഗറ്റീവ് സെൻറ്റൻസും ആവും. അപ്പോൾ അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും ടാഗ് എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. അതായത് ആ ടാഗിനോടൊപ്പം നോട്ട് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരിക്കണം. അതേസമയം പോസിറ്റീവ് അല്ല, അത് നെഗറ്റീവ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഒരിക്കലും ടാഗിൽ എന്ത് വരില്ല, നോട്ട് വരില്ല. നെഗറ്റീവ് ഓൾറെഡി നോയും നോട്ടും സെൻറ്റൻസിലുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ടാഗിനോടൊപ്പം നോട്ട് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഒന്നുകൂടെ പറയാം, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ടാഗിനോടൊപ്പം, അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗിനോടൊപ്പം നോട്ട് ചേർക്കണം. അതേസമയം സെൻറ്റൻസ് നെഗറ്റീവാണ്, സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ അതിനോടൊപ്പം എന്ത് ചെയ്യാൻ പാടില്ല, നോട്ട് ചേർക്കാൻ പാടില്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഫസ്റ്റ് വൺ, ഹീ ഈസ് വർക്കിംഗ്. അവിടെ നോയോ നോട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നെവറെന്നോ അങ്ങനെ ഒരു സെൻറ്റൻസും ഇല്ല, വേർഡ്സും ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, പോസിറ്റീവാണ്. സോ നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം, നോട്ട് ചേർത്തിരിക്കണം. അതുകൊണ്ടാണ് അവിടുത്തെ ടാഗ് എന്തായത്, ഈസ് നോട്ട് ഹി എന്ന് ആയത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ, ദേ ഡു നോട്ട് നോ. ദാറ്റ് മീൻസ് അവിടെ നോട്ട് ഓൾറെഡി സെൻറ്റൻസിൽ വന്നിരിക്കുന്നു. സോ ദാറ്റ് ഈസ് എ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. സോ നമ്മൾ ടാഗിൽ എന്ത് അവോയ്ഡ് ചെയ്യണം, നോട്ട് അല്ലെങ്കിൽ ആ പറയുന്ന നെഗറ്റീവ് ടാഗ് അവോയ്ഡ് ചെയ്യണം, എന്നിട്ട് പോസിറ്റീവ് ടാഗ് ആക്കണം. അപ്പോൾ അവിടെ ഡു ദേ. ഇനി എപ്പോഴും നമ്മൾ ചില സമയത്ത് കോൺട്രാക്റ്റഡ് ഫോം, അതായത് ഡസ് ഇൻറ്റ്, ഹാവ് ഇൻറ്റ്, ഈസ് ഇൻറ്റ്, അല്ല ഈസ് നോട്ട്, ഡസ് നോട്ട്, ഹാവ് നോട്ട് എന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യം ഇല്ല. എപ്പോഴും അതിൻ്റെ കോൺട്രാക്റ്റഡ് നെഗറ്റീവ് ഫോമായ ഈസ് ഇൻറ്റ്, ഡസ് ഇൻ, ഹാവ് ഇൻറ്റ് ആണ് നമ്മൾ ടാഗ്സിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇനി ആ പറയുന്ന ടാഗിന് വേണ്ട ഓക്സിലറി വെർബും ഏതാണെന്നും അവിടെ വരേണ്ട പ്രൊനൗൺ ഏതാണെന്നും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ആദ്യത്തെ കാര്യം സെൻറ്റൻസ് എന്താണോ എന്ന് നോക്കണം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെയാണ് ബാക്കി അവിടെ വരുന്ന ഓക്സിലറി വെർബും അതുപോലെ തന്നെ അതിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രൊനൗണും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അതിനുള്ള കുറച്ച് റൂൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റിലാണെങ്കിൽ, അതായത് നമ്മൾ ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. അപ്പോൾ അവിടെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഷീ സ്പീക്സ് ആണ്. സ്പീക്സ് എന്ന് പറഞ്ഞാൽ സ്പീക്ക് പ്ലസ് ഡസ്. അല്ല ദേ ആണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ സ്പീക്ക് മാത്രമേ വരുള്ളൂ, ദേ സ്പീക്ക് ഇംഗ്ലീഷ്. അതും അതിൻ്റെ അർത്ഥം എന്താണ്, ഡു പ്ലസ് സ്പീക്ക് ആണ് സ്പീക്ക്.
അപ്പോൾ ഷീ സ്പീക്സ് ഇംഗ്ലീഷിലെ ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത് ഡസ് ആണ്. എന്താണ്? ഡസ് ആണ്. പിന്നെ ഓൾറെഡി അതെന്താണ്? സെൻറ്റൻസ് പോസിറ്റീവാണ്. അതുകൊണ്ട് നമ്മളവിടെ നോട്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഡസ് നോട്ട് ഷീ അല്ലെങ്കിൽ ഡസ് ഇൻ ഷീ എന്നത് ടാഗ് ആവും. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. നമുക്ക് സെൻറ്റൻസ് വെച്ച് തന്നെ പറയാം. ദേ വൺ ദ മാച്ച്. ദേ വൺ ദ മാച്ച്. ഇത് പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത്. പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ ഡിഡ് ആണ് വരുന്നത്. ഡിഡ്, ഡെഡ്. ദേ വൺ ദ മാച്ച്. അപ്പോൾ ഡിഡ് പ്ലസ് വിൻ ആണ് 1. ഡിഡ് പ്ലസ് വിൻ ആണ് 1. സോ അപ്പോൾ അതിൻ്റെ ടാഗ് എന്തായിട്ട് വരും? അപ്പോൾ ടാഗിൽ വരുന്ന ഓക്സിലറി വെർബ് ഡിഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഡിഡിൻ്റെ കൂടെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ട് ചേർക്കണം. നോട്ട് ചേർക്കുന്നു. അവിടെ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്? ദേ, അവരെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ഡിഡിൻറ്റ് ദേ. ആദ്യത്തെ സെൻറ്റൻസിൽ ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. ആരെ പറ്റിയാണ് പറഞ്ഞത്? ഷീ, അവളെപ്പറ്റി. അപ്പോൾ അവിടെ വരണം. അപ്പോൾ ഓക്സിലറി വെർബ് നെഗറ്റീവ് അല്ല സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ നെഗറ്റീവിന് ആർക്കാൻ വേണ്ടിയിട്ട് നോട്ട് ചേർക്കുന്നു. എന്നിട്ട് അവിടുത്തെ പ്രോനൗൺ എഴുതുന്നു. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. അത്രയേ ഉള്ളൂ. ഡസൻ ഷീ. രണ്ടാമത്തത് ഡിഡിൻ ദേ. മൂന്നാമത്തെ നോക്കൂ. മൊഡാൽസ് ആൻഡ് അല്ലെങ്കിൽ ബി വേർബ്സ് വരുമ്പോഴത്തേക്കും, അതായത് ഈസ്, ആർ, വാസ്, വെയർ, ക്യാൻ, വിൽ, ഷുഡ്, ഹാവ് ഒക്കെ വരുമ്പോഴത്തേക്കും അത് തന്നെ എന്ത് ചെയ്യുന്നു? ആ മൊഡാൽ ഓക്സിലറി വെർബ് തന്നെ നമ്മൾ ടാഗിലും യൂസ് ചെയ്യുന്നു. യു ക്യാൻ സ്വിം. അവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ശരിക്കും അത് മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആ പറയുന്നത് ക്യാൻ ആണ്. അവിടുത്തെ ഓക്സിലറി വെർബ് അതായത് നമ്മൾ ക്യാൻ ആണ്. യു ക്യാൻ സ്വിം. ഇറ്റ് ഈസ് എ പോസിറ്റീവ് സെൻറ്റൻസ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ നോട്ട് ചേർക്കുന്നു. അപ്പോൾ ക്യാൻഡ്. പിന്നെ എന്ത് ചേർക്കുന്നു? അവിടുത്തെ പ്രൊനൗൺ ഏതാണോ പ്രൊനൗൺ ചേർക്കുന്നു. യു ക്യാൻ സ്വിം എന്നാണ് പറയുന്നത്. അപ്പോൾ യു ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? പ്രൊനൗൺ. സോ കാൻറ്റ് യു. അപ്പോൾ അവിടുത്തെ എന്ത് കഴിഞ്ഞിരിക്കുന്നു? ക്വസ്റ്റ്യൻ ടാഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ചില സ്പെഷ്യൽ കേസസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ട്രാപ്സുകൾ അല്ലെങ്കിൽ നമ്മൾ എക്സാം ട്രിക്കുകൾ അവിടെയാണ് വരുന്നത്. ഐ ആം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ, അതായത് ശരിക്കും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഐ ആം വരുന്നതാണ്. ആം വെച്ച് അല്ലെങ്കിൽ ഐ ആം വെച്ചാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതെങ്കിൽ എപ്പോഴും ടാഗ് ആറായിരിക്കും. വീണ്ടും വീണ്ടും പറയുന്നു. ഐ ആം എന്ന് പറയുന്ന സെൻറ്റൻസിലാണ് ഐ ആം ഗോയിങ്, ഐ ആം എ ഡോക്ടർ. അപ്പോൾ ഐ ആം എ ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ചേർക്കേണ്ട ടാഗിൽ വരുന്ന ഓക്സിലറി വെർബ് ഒരിക്കലും ആം അല്ല. ഒരിക്കലും എന്തല്ല? ആം അല്ല. ഐ ആം എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് സെൻറ്റൻസ് വരുവാണെങ്കിൽ ആം ചേർക്കാൻ പാടില്ല. അവിടെ ഇപ്പോൾ ടാഗിൽ ആറ് വേണം ചേർക്കാൻ. ഐ ആം ആണ് വരുന്നതെങ്കിൽ ആമിന് പകരം 6 ചേർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ട് ചേർക്കുന്നു. ആറിൻറ്റ് ഐ എന്ന് ആക്കണം. സോ ആമിൻറ്റ് ഐ എന്ന് പറയുന്നൊരു ഫ്രേസ് ഇല്ല. അതാണ് അവിടുത്തെ പ്രശ്നം. ആമിൻറ്റ് ഐ എന്ന് പറയുന്നൊരു ഫ്രേസ് ഇല്ല. അങ്ങനൊരു യൂസേജ് ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി അടുത്ത് കമാൻഡ്സ് പറയുമ്പോൾ ഇമ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമാൻഡുകളാണ്. നമ്മൾ ഓർഡർ ചെയ്യുന്നതാണ്. ആ ഓർഡേഴ്സ് വരുമ്പോഴത്തേക്കും എപ്പോഴും എന്തായിരിക്കണം? വിൽ യു നോ, വോണ്ട് യു നോ ചേർക്കാം. എന്തായിരിക്കാം? വിൽ യു നോ, വോണ്ട് യു നോ. ക്ലോസ് ദ ഡോർ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചോദിക്കാം? വോണ്ട് യു, നീ അടയ്ക്കില്ലേ എന്നും ചോദിക്കാം. വിൽ യു, നീ അടയ്ക്കുമോ എന്നും ചോദിക്കാം. അപ്പോൾ വിൽ യു, വോണ്ട് യു വരുന്നത് കമാൻഡ്സിനോടൊപ്പമാണ്. എക്സാമ്പിൾ, ഓപ്പൺ ദ ഡോർ, വിൽ യു. ഓപ്പൺ ദ ഡോർ, വിൽ യു. ദെൻ സജഷൻസ്. ആ സജഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ലെറ്റസ് തുടങ്ങുന്ന സജഷൻസിനോട് ഐ എം ആസ്കിങ് ലെറ്റസ് ഗോ ഫോർ എ മൂവി. ഞാൻ ചോദിക്കുകയാണ് ലെറ്റസ് ഗോ ഫോർ എ മൂവി, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ. അങ്ങനെ ഈ ലെറ്റസ് ചേർത്ത് വരുന്നതിനോടൊപ്പം എപ്പോഴും ടാഗ് വരുന്നത് ഷാൾ വി ആയിരിക്കും. എന്തായിരിക്കും? ഷാൾ വി. ലെറ്റസിനോടൊപ്പം വരുന്നത് എന്തായിരിക്കും? ഷാൾ വി. ലെറ്റസ് പ്ലേ ചെസ്, ഷാൾ വി. അവിടെ ലെറ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ പാടില്ല. ലെറ്റസ് പ്ലേ ചെസ് അല്ലെങ്കിൽ ലെറ്റസ് ഗോ ടു മൂവി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ വരേണ്ട ടാഗ് ഷാൾ വി ആണ്. അതിന് നെഗറ്റീവ് ഇല്ല. ഷാൾ വി, ഷാൾ ഇൻ വി ഒന്നും ഇല്ല. ഷാൾ വി തന്നെയാണ് ചേർക്കേണ്ടത്. ഇനി സെമി നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. ഇത് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്. സെമി നെഗറ്റീവ് വേർഡ്സ് സെൽഡം, റെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, ഫ്യൂ, ലിറ്റിൽ. ഒന്നുകൂടെ പറയാം. സെൽഡം, റെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, ഫ്യൂ, ലിറ്റിൽ. ഇതിനെയൊക്കെ നമ്മൾ സെമി നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയും. അതായത് കാണുമ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് തോന്നും, പക്ഷേ ശരിക്കും അതിൻ്റെ മീനിങ് എന്താണ്? നെഗറ്റീവാണ്. നമ്മൾ റെയർലി എന്നൊക്കെ പറഞ്ഞാൽ സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റെയർലി. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ ഉള്ളത്. സ്കേഴ്സ്ലി അതില്ല. അപ്പോൾ ഈ പറയുന്ന ഫ്യൂ, റെയർലി, സെൽഡം, ഹാർഡ്ലി ഇതൊക്കെ ഒരു സെൻറ്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റൻസിനെ അവരെന്താക്കുന്നു? നെഗറ്റീവ് ആക്കുന്നു. ആ സെൻറ്റൻസിനെ അവർ നെഗറ്റീവ് ആക്കുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിനെ നെഗറ്റീവ് ആക്കുന്നു. അപ്പം അങ്ങനെ ഒരു അത് വന്നിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ടാഗ് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അവിടെ നമ്മൾ നോയോ, നോട്ടോ, നെവറോ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്. അത് ഓൾവേസ് എന്തായിരിക്കും? നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും.
ഹീ റെയർലി വിസിറ്റ്സ് അസ് എന്ന് പറഞ്ഞാൽ അയാൾ നമ്മളെ വിസിറ്റ് ചെയ്യാറേ ഇല്ല, അവൻ നമ്മളെ വിസിറ്റ് ചെയ്യാറേ ഇല്ല എന്നാണ്. അതുകൊണ്ട് അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളവിടെ പോസിറ്റീവ് ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഹീ റെയർലി വിസിറ്റ്സ് അസിൽ നിന്നുള്ള ഓക്സിലറി വേർബ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. വിസിറ്റ്സ്, ഡസ് പ്ലസ് വിസിറ്റ് ആണ് വിസിറ്റ്സ്. അപ്പോൾ ഡസ് എഴുതുന്നു, അതിൻ്റെ കൂടെ ഏതാണോ അവിടെ വരുന്ന പ്രോനൗൺ ഏതാണ്? ഹീ അവനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ഡസ് ഹീ, ക്വസ്റ്റ്യൻ ടാഗ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. എന്താ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്? നമ്മളവിടെ ഒരാളെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല, ഇങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം അവരെ. എവരി വൺ, സംബഡി, നോബഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവരി വൺ, സംബഡി, നോബഡി എന്നൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ഹീ കൊടുക്കുമോ ഷീ കൊടുക്കുമോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. അവനെ പറ്റിയാണോ അവളെ പറ്റിയാണോ പറയുന്നതെന്നൊരു കൺഫ്യൂഷൻ തോന്നും എവരി വൺ എന്നൊക്കെ പറയുമ്പോൾ. അവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട പ്രോനൗൺ എന്ന് പറയുന്നത് ദേ ആണ്. നോബഡി കോൾഡ് ഡിഡ് ദേ, നോബഡി കോൾഡ് ഡിഡ് ദേ, ദേ ആണ് നമ്മളവിടെ ചേർക്കേണ്ട എന്തെന്ന് പറയുന്നത് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട റൂൾസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. പിന്നെ അവിടുത്തെ ഓക്സിലറി വേർബ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ വെർബിൻ്റെ കൂടെയാണ് നോട്ട് ചേർക്കേണ്ടത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? അതിലെ പ്രോനൗൺ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അത്ര എഴുതി കഴിയുമ്പോൾ എന്തായി കഴിഞ്ഞു? ടാഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി കുറച്ച് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദേ റെയർലി വിസിറ്റ് അസ്. നമ്മളത് കുറച്ച് മുന്നേ കണ്ടൊരു പാറ്റേണിലുള്ളതാണ്. റെയർലി, സ്കേഴ്സ്ലി, ബെയർലി ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? നെഗറ്റീവ് വേർഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ നെഗറ്റീവ് വേർഡ്സ് വരുമ്പോഴത്തേക്കും സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കുന്നു? നെഗറ്റീവ് ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് പോസിറ്റീവ് ടാഗാണ്. പോസിറ്റീവ് ടാഗ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കൂ, ഡു ദേ ആൻഡ് ഡോണ്ട് ദേ. അവിടെ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അവിടുത്തെ എന്താണ് നമ്മുടെ ഓക്സിലറി വേർബ് ഏതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദേ റെയർലി വിസിറ്റ് അസ്, അതൊരു സിമ്പിൾ പ്രസൻറ്റ് ഫോമിലാണ് കിടക്കുന്ന സെൻറ്റൻസ്. ഇപ്പോൾ വിസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡു പ്ലസ് വിസിറ്റ് ആണ് വിസിറ്റ്. വിസിറ്റ്സ് എന്നായിരുന്നെങ്കിൽ ഡസ് പ്ലസ് വിസിറ്റ് ആണ് വിസിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ചേർക്കേണ്ട ഡു ആണ്. ഇനി എന്ത് ഐഡൻറ്റിഫൈ ചെയ്യണം? അവിടുത്തെ പ്രോനൗൺ ദേ ആണ്. നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടാഗ് എന്താണ്? ഡു ദേ. ആൻസർ ഈസ് ഡു ദേ. ഇപ്പോൾ റെയർലി എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്, അതായത് ഓൾമോസ്റ്റ് നെവർ എന്ന് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഡു ദേ ആണ് നമ്മളവിടെ ചേർക്കുന്നത്. ഒന്നുകൂടെ പറയാം, റെയർലി, സെൽഡം, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി എന്നൊക്കെ പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അഫർമേറ്റീവ് പോസിറ്റീവ് ടാഗ്സ് അവിടെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐ ആം യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഐ ആം യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഓപ്ഷൻ എ ആറിൻഡ് ഐ, ബി ആമിൻഡ് ഐ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? നമ്മളിവിടെ ഫൈൻഡ് ചെയ്യുമ്പോൾ ആം ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഓക്സിലറി വെർബ്. അടുത്ത് നമ്മൾ നോക്കുകയാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഇത് സെൻറ്റൻസ് പോസിറ്റീവാണ്, അപ്പോൾ നോട്ട് ചേർക്കണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ആമിൻ്റെ കൂടെ നോട്ട് ചേർക്കുന്ന ഫ്രേസ് നമ്മൾ ഉപയോഗിക്കാറില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആറിൻഡ് ഐ. എന്താണ്? ആറിൻഡ് ഐ. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ആറിൻഡ് ഐ ആണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. സോ ഓൾവേസ് റിമെമ്പർ, ഐ ആമിൻ്റെ ഇവിടെ പോസിറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ നെഗറ്റീവ് ടാഗ് വരണം. പക്ഷേ ആം നോട്ട് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ടാഗില്ല. അതേസമയം ആം ഐ എന്ന് എഴുതാം. അതായത് സ്റ്റേറ്റ്മെൻറ്റിൽ ഐ ആം നോട്ട് എ ഡോക്ടർ എന്നാണ് വരുന്നതെങ്കിൽ ആം ഐ എന്ന് ചോദിക്കാം. പക്ഷേ ആമിൻ്റെ കൂടെ നോട്ട് വരികയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ നമ്മൾ ആറിൻ്റെ ഐ ചേർക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ മീറ്റിംഗ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മീറ്റിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലെറ്റസിൻ്റെ കൂടെ എപ്പോഴും വരുന്ന ടാഗ് ഷോൾ വി ആണ്. ഷോൾ വി. ലെറ്റസിൻ്റെ കൂടെ എപ്പോഴും വരുന്ന ടാഗ് എന്താണ്? ഷോൾ വി. ലെറ്റസിൻ്റെ കൂടെ എപ്പോഴും വരുന്ന ടാഗാണ് ഷോൾ വി. നാലാമത്തെ ക്വസ്റ്റ്യൻ, നോബഡി ഈസ് പെർഫെക്റ്റ്. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം നോബഡി എന്ന് വന്നിരിക്കുകയാണ്. എന്തെന്ന് വന്നിരിക്കുന്നു? നോബഡി എന്ന് വന്നിരിക്കുന്നു. നോബഡി എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് എന്താവും? നെഗറ്റീവ് ആവും. നോബഡി. എവരി വൺ എന്നാണ് വന്നിരുന്നതെങ്കിൽ അത് പോസിറ്റീവ് സെൻറ്റൻസ് ആയേനെ. പക്ഷേ നോബഡി എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവിടെ ഒരു നെഗറ്റീവ് ഐഡിയ വരുന്നു. അതുകൊണ്ട് അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ എന്തായാലും ടാഗിൻ്റെ കൂടെ നോട്ട് ചേർത്തിരിക്കണം. ഇവിടെ 2 ഓപ്ഷനേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കത് ഈസിലി ഐഡൻറ്റിഫയബിൾ ആണ്. ഇനി അവിടെ അടുത്ത നമ്മൾ എന്താണ്? ഈസ് ആണ് അവിടുത്തെ ഓക്സിലറി വെർബ്. ആ ഈസിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു
സോറി ഈസ് അല്ല, ഈസ് എന്ന് വന്നിരിക്കുന്നു. പക്ഷേ നോബഡി എന്ന് പറയുമ്പോഴത്തേക്കും ദേ എന്ന് പറയുന്ന ടാഗ്, ഈസാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ് ശരിയാണ്. പക്ഷേ നമ്മുടെ അവിടുത്തെ ടാഗ് എന്ന് പറയുന്നതിൽ വരുന്ന പ്രോനൗൺ ദേ ആണ്. നോബഡി, എവരി വൺ, സം വൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഓൾറെഡി നമ്മൾ ചേർക്കേണ്ട പ്രോനൗൺ ദേ ആണ്. ദേ എന്ന് പറയുമ്പോൾ പ്ലൂറലിൻ്റെ കൂടെ ഈസ് വരില്ല. പ്ലൂറലിൻ്റെ കൂടെ ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് വരില്ല. അതുകൊണ്ട് തന്നെ ആ ഈസ് മാറ്റി നമ്മൾ അവിടെ എന്താക്കണം, ആറാക്കണം, ആർ. ഇനി ആ സെൻറ്റൻസ് നമ്മൾ പറയും നോബഡി ആയതുകൊണ്ട് നെഗറ്റീവാണ്. അപ്പോൾ ടാഗിൽ നെഗറ്റീവിൻ്റെ ആവശ്യമില്ല, ആർദേ. സിംപ്ലി എന്ത് മതി, ആർദേ മതി. ഒരിക്കൽ കൂടെ പറയാം, നോബഡി ഈസ് പെർഫെക്റ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്. അപ്പോൾ ടാഗിൽ നോട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അവിടെ വരേണ്ട പ്രോനൗൺ എന്ന് പറയുന്നത് നോബഡി എന്ന് വന്നിരിക്കുന്നുണ്ട്. ടാഗിൽ വരേണ്ട പ്രോനൗൺ ദേ ആണ്. അപ്പോൾ ദേയുടെ കൂടെ ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് വരില്ല. അവിടെ വരേണ്ടത് ആറാണ്. അപ്പോൾ അവിടുത്തെ ടാഗ് എന്താണ്, ആർദേ. നെക്സ്റ്റ് വൺ, നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്ലോസ് ദ വിൻഡോ. ദറ്റ് ഇസ് എ കമാൻഡ്. അതൊരു കമാൻഡോ ഓർഡറോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ക്ലോസ് ദ വിൻഡോ. ക്ലോസ് ദ വിൻഡോയുടെ കൂടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കൂടെ വരേണ്ടത് എന്താണ്, വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു. വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു. ഇവിടെ ഓപ്ഷൻ നോക്കൂ, എ വിൽ യു, ബി ഷാൾ വി. അപ്പോൾ എന്താ അവിടെ ചേർക്കേണ്ട, അവിടുത്തെ ആൻസർ എന്തായിരിക്കും, എ വിൽ യു ആണ് അവിടുത്തെ ആൻസർ. അവിടെ എന്താ വരേണ്ടത്, അതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ കമാൻഡ് ഓർ റിക്വസ്റ്റ് ആണ്. അപ്പോൾ അവിടെ വരേണ്ടത് വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ആണ്. വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു. ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദർ ഈസ് എ ബുക്ക് ഓൺ ദ ഡെസ്ക്. ദർ ഈസ് എ ബുക്ക് ഓൺ ദ ഡെസ്ക്. അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കും, അവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. അവിടെ എന്തുണ്ട്, ഒരു ബുക്ക് ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്. ദർ ഈസ് എ ബുക്ക് ഓൺ ദി ഡെസ്ക്. ഇവിടുത്തെ ആദ്യം ഓക്സിലറി വെർബ് ഐഡൻറ്റിഫൈ ചെയ്യാം. അവിടുത്തെ എന്തായിരിക്കും, യെസ് ഈസ്. പക്ഷേ 2 ഓപ്ഷനിലും ഈസ് ഉണ്ട്. ഇനി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നാണ്. ക്വസ്റ്റ്യൻ എന്താണ്, പോസിറ്റീവാണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്. അപ്പോൾ ടാഗിൽ എന്തായാലും നെഗറ്റീവ് വരണം. 2 എന്തുണ്ട്, ഈസ് നോട്ട് ഉണ്ട്. ഇനി ഈസ് ഇൻ ഡിറ്റ് ഇൻ ആണോ വരേണ്ടത്, ഈസ് ഇൻ ഡെയർ ആണോ വരേണ്ടത്. ദർ ഈസ് എ ബുക്ക് ഓൺ ദ ഡെസ്ക്. ഞാൻ അവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്, അല്ലാതെ ബുക്കിനെ പറ്റിയല്ല പറയുന്നത്. അവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ട് എന്ന് പറയുന്നു. ആ ബുക്കിനെ പറ്റിയാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു, ഈസ് ഇൻ ഇറ്റ് എന്ന് വന്നേനെ. വസ്തുക്കളെ സൂചിപ്പിക്കാൻ ഇറ്റ് വരും. പക്ഷെ നമ്മൾ അവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടുത്തെ ആൻസർ ഈസ് ഇൻ ദെയർ. സോ ഒരു ദെയർ തുടങ്ങി, ഇൻട്രൊഡക്ടറി സബ്ജക്റ്റിനാണ് നമ്മൾ ദെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഒരു ഫസ്റ്റ് ദർ ഈസ്, ദിസ് ഈസ് എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങുന്നതാണെങ്കിൽ അവിടെ ഡമ്മി പ്രൊനൗൺ ദെയർ തന്നെയാണ് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ടാഗിൽ പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അവിടെ എന്ത് തന്നെ ഉപയോഗിക്കണം, ദെയർ. ഒരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് ദെയറിൽ തുടങ്ങുന്നുവെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ തന്നെ ഡമ്മി പ്രൊനൗൺ ആയിട്ട് വിളിക്കും. അങ്ങനെ അത് തന്നെയാണ് നമ്മൾ ടാഗിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഒന്നുകൂടെ പറഞ്ഞതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാം. പ്രസൻറ്റ് സിമ്പിൾ കിടക്കുന്ന ഡു ഡസ് ആക്കുക. പിന്നെ ആമിൽ വരുമ്പോൾ ആമിൻ്റെ ഐ എന്ന് പറയുന്നൊരു ഫ്രേസ് ഇല്ല, ആറിൻ്റെ ഐ തന്നെ ചേർക്കണം. നമ്മൾ കമാൻഡാണ് പറയുന്നതെങ്കിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ആണ് ചേർക്കേണ്ടത്. ലെറ്റസ് ആണെങ്കിൽ ഷോൾ വി ആണ് ചേർക്കേണ്ടത്. പിന്നെ സെമി നെഗറ്റീവ്സ് വരുമ്പോൾ സെൽഡം, ബെയർലി, സ്കേഴ്സ്ലി, പിന്നെന്താ റെയർലി പോലുള്ള വാക്കുകൾ വരുമ്പോൾ അത് നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പോസിറ്റീവ് ടാഗ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിലെ തന്നെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്